ഹായ് ഫ്രണ്ട്സ്, ഗീക്ക് നോ മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റിയൽമി ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത റിയൽമി 3 പ്രോനെ കുറിച്ചാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് റിയൽമി 3 പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് റിയൽമി 3 പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 6GB 128GB 4GB 64GB എന്നീ രണ്ട് വേരിയൻറ്റുകൾ, രണ്ട് കളർ വേരിയൻ്റ് ആണത്. നൈട്രോ ബ്ലൂ ആൻഡ് ലൈറ്റ്നിങ് പർപ്പിൾ, ഈ രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് റിയൽമി 3 പ്രോ അവൈലബിൾ ആയിട്ടുള്ളത്. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് ഫോൺ വരുന്നത്. 90.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നു. സ്ക്രീൻ ഗാർഡ് ഇൻബിൽറ്റ് ആയിട്ട് ഫോണിനോട് തന്നെ ഒട്ടിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡ്യൂറബിലിറ്റി മികച്ചതായിട്ട് ലഭിക്കുന്നതായിരിക്കും. പോളികാർബണേറ്റ് ബാക്ക് പാനലാണ് നമുക്ക് പിന്നിൽ ലഭിക്കുന്ന ഒരു ഗ്രേഡിയന്റ് ഫിനിഷോട് കൂടിയാണ്. അത് റിയൽമി ലോഗോ, ഡ്യുവൽ ക്യാമറ വിത്ത് ഫിംഗർ പ്രിന്റ് സെൻസർ ആൻഡ് ഫ്ലാഷ് ലൈറ്റ് എന്നിവയൊക്കെയാണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്, നമുക്കത് പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ബാക്ക് പാനൽ നോക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. റിയൽമി 3 പ്രോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട്. വൂക്ക് 3.0 ഫാസ്റ്റ് ചാർജ് ആണ് നമുക്ക് റിയൽമി 3 പ്രോയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20 വാട്ട് ഫാസ്റ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജർ എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യവും നമുക്ക് വരുന്നില്ല. ഫാസ്റ്റ് ചാർജ് ഉള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ചാർജിങ് ഇഷ്യൂവും നമുക്ക് വരത്തില്ല. 4045 mAh ബാറ്ററിയാണ് നമുക്ക് റിയൽമി 3 പ്രോയിൽ നൽകിയിരിക്കുന്നത്. മികച്ചൊരു ബാറ്ററി തന്നെയാണ്. വിത്ത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടോട് കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് മികച്ചൊരു ബാറ്ററി എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നു. സ്നാപ്ഡ്രാഗൺ 710 എന്ന മികച്ച 10 നാനോമീറ്റർ പ്രോസസറും കൂടിയാണ് നമുക്ക് റിയൽമി 3 പ്രോയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ നമുക്ക് വളരെ കുറവേ സംഭവിക്കത്തുള്ളൂ. മൈക്രോ USB പോർട്ടാണ് നമുക്ക് റിയൽമി 3 പ്രോയിൽ റിയൽമി നൽകിയിരിക്കുന്നത്. USB Type C അല്ല. ഈ കാലഘട്ടത്തിലെ മിക്ക മാനുഫാക്ചേഴ്സും മൊബൈൽ മാനുഫാക്ചേഴ്സും Type Cയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ റിയൽമി ഇപ്പോഴും Type C അല്ല, മൈക്രോ USB പോർട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കാര്യമായ പ്രശ്നമായിട്ട് എടുക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഫാസ്റ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ് ആയി തന്നെ റിയൽമി നൽകിയിട്ടുണ്ട്. റിയൽമി 3 പ്രോയുടെ മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷതയാണ് നമുക്കിപ്പോഴും റിയൽമി ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് നൽകുന്നുണ്ട്. പല മാനുഫാക്ചേഴ്സും, റെഡ്മി ആയിക്കോട്ടെ, പല മാനുഫാക്ചേഴ്സും ഹൈബ്രിഡ് സ്ലിം സ്ലോട്ടാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ റിയൽമി ഒരു മികച്ചൊരു കയ്യടി അർഹിക്കുന്നു. റിയൽമി 3 പ്രോയുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് പ്രോസസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് സ്നാപ്ഡ്രാഗൺ 710 എന്ന 10 നാനോമീറ്റർ മികച്ച പവർ എഫിഷ്യന്റ് ചിപ്സെറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 675നെ അപേക്ഷിച്ച് CPU പെർഫോമൻസിൽ ബാക്കിലാണ് 710 എങ്കിലും ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ് സെഗ്മെന്റിൽ 710 ഒരു മികച്ച പ്രോസസറാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും റിയൽമി 3 പ്രോ. 710 675നെ അപേക്ഷിച്ച് തീരെ പിന്നിലല്ല, എന്നിരുന്നാലും 675 ആണ് CPU പെർഫോമൻസിൽ കുറച്ചുകൂടി ബെറ്റർ. റിയൽമി 3 പ്രോയിൽ റിയൽമി ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ ഫ്ലഡ്ജ്ഡ് സ്നാപ്ഡ്രാഗൺ 710 ആണ്. 2.2 GHz ക്ലോക്ക് ചെയ്ത 710 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമി 2 പ്രോയിൽ അണ്ടർ ക്ലോക്ക് ചെയ്ത സ്നാപ്ഡ്രാഗൺ 660 ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. റിയൽമി 3 പ്രോയിൽ എത്തുമ്പോഴത്തേക്കും റിയൽമി ഫുൾ ഫ്ലഡ്ജ്ഡ് സ്നാപ്ഡ്രാഗൺ 710 ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് പ്രോസസറും ഫോണും നൽകുക. റിയൽമി 3 പ്രോയുടെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആൻഡ്രോയിഡ് പൈ അധിഷ്ഠിതമായ ColorOS 6 ആണ് നമുക്ക് ലഭിക്കുന്നത്. ലേറ്റസ്റ്റ് ColorOS വേർഷൻ ആണ് ColorOS 6. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും ഫോൺ നൽകുക. റിയൽമി 3 പ്രോയുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് സെൻസറായ സോണി IMX519 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോൺസായ OnePlus 60 ഉപയോഗിച്ചിട്ടുള്ള സെയിം സെൻസർ തന്നെയാണ് റിയൽമി നമ്മുടെ ഈ ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോണി IMX519 f1.7 അപ്പറേച്ചർ 1.22 മൈക്രോൺ പിക്സൽ സോണി IMX519 സെൻസറാണ് പ്രൈമറി സെൻസറായിട്ട് റിയൽമി 3 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5MP f2.4 അപ്പറേച്ചർ ഡെപ്ത് സെൻസറും റിയൽമി 3 പ്രോയിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. റിയൽമി f2.0 aperture, 1.8 micron pixel, 25 MP
ക്യാമറയാണ് നമുക്ക് സെൽഫി ഷൂട്ടറായിട്ട് നൽകിയിട്ടുള്ളത്. 4-in-1 ടെക്നോളജിയിലൂടെ ലോ ലൈറ്റ് മികച്ച സെൽഫിയും റിയൽമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റിയൽമി 3 പ്രോയിൽ. റിയൽമി 3 പ്രോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായ റിയൽമി ലോഞ്ചിൽ റിയൽമി CEO പറഞ്ഞിരിക്കുന്നത് അൾട്രാ HD മോഡിൽ നമുക്ക് 64 MP വരെ ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഫോട്ടോസിന്തസിസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് 64 മെഗാപിക്സൽ ഫോട്ടോകൾ വരെ നമുക്ക് റിയൽമി 3 പ്രോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് റിയൽമി ലോഞ്ച് ഇവന്റിൽ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ക്വാളിറ്റിയുള്ള 64 മെഗാപിക്സൽ ഇമേജുകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ക്യാമറ റിവ്യൂയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ റിയൽമി 3 പ്രോയുടെ മറ്റൊരു മികച്ച സവിശേഷതയാണ് സൂപ്പർ സ്ലോ മോഷൻ ടെക്നോളജി. അതായത് 960 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റിയൽമി 3 പ്രോയിൽ അത് അവൈലബിൾ ആയിട്ടില്ല. നമുക്കൊരു OTA അപ്ഡേറ്റിലൂടെ റിയൽമി അത് ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. 720 ക്വാളിറ്റിയിലാണ് നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ HD ക്വാളിറ്റിയിൽ നമുക്ക് 120 FPS സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു സവിശേഷതകളാണ് നമുക്ക് ക്രോമ ബൂസ്റ്റ് ലഭ്യമാണ്, നൈറ്റ് സ്കേപ്പ് ലഭ്യമാണ്, 4K വീഡിയോ റെക്കോർഡിംഗ് വിത്ത് EIS ഓപ്ഷനോടുകൂടി അവൈലബിൾ ആണ്. വൈഡ് വൈൻ L1 ആസ് ഓഫ് നൗ റിയൽമി 3 പ്രോയിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതും ഒരു OTA അപ്ഡേറ്റിലൂടെ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആവുന്നവരെ ഒരു OTA അപ്ഡേറ്റിലൂടെ നമുക്ക് വൈഡ് വൈൻ L1 സപ്പോർട്ടും ലഭിക്കുന്നതാണ്. Snapdragon 710 എന്ന മികച്ച ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ് ഉള്ള, അതായത് Adreno 616 എന്ന മികച്ച ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ് ഉള്ള ഒരു പ്രോസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോർട്ട്നൈറ്റ് പോലത്തെ ഹെവി ഗെയിംസ്, PUBG പോലത്തെ ഹെവി ഗ്രാഫിക്സ് അവൈലബിൾ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഗെയിംസ് നമുക്ക് സ്മൂത്ത് ആയിട്ടും ക്ലീൻ ആയിട്ടും റിയൽമി 3 പ്രോ പോലത്തെ ഒരു ബഡ്ജറ്റ് ഡിവൈസിൽ കളിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ മികച്ചൊരു കാര്യമാണ്. അതിന് റിയൽമി ഒരു മികച്ച കയ്യടി തന്നെ അർഹിക്കുന്നു. എന്തുകൊണ്ടും റിയൽമി 3 പ്രോ റെഡ്മി നോട്ട് 7 പ്രോ എന്നൊരു ഫോണിന് മികച്ചൊരു ശക്തനായ ഒരു എതിരാളിയാണ്. റെഡ്മി നോട്ട് 7 പ്രോയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് ലഭിക്കുന്നില്ല ഇൻസൈഡ് ദ ബോക്സ്. നമുക്ക് പക്ഷേ റിയൽമി 3 പ്രോയിൽ ഫാസ്റ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചാർജർ തന്നെ റിയൽമി ഇൻസൈഡ് ദ ബോക്സ് ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ റെഡ്മി നോട്ട് 7 പ്രോയിൽ USB Type-C ആണ് റെഡ്മി നൽകിയിരിക്കുന്നത്. റിയൽമിയിൽ നമുക്ക് മൈക്രോ USB ആണ് നൽകിയിരിക്കുന്നത്. രണ്ട് ഫോണുകൾക്കും അതിൻ്റെതായ മേന്മകളും പോരായ്മയും ഉണ്ട്. റിയൽമി 3 പ്രോ മികച്ചൊരു കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും റെഡ്മി നോട്ട് 7 പ്രോയിലെ വിപണിയിൽ നൽകുക. ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള മികച്ചൊരു ഫോൺ തന്നെയാണ് റിയൽമി 3 പ്രോ. റിയൽമി 3 പ്രോ നമുക്ക് രണ്ട് വേരിയന്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. 4GB 64GB, 6GB 128GB. 4GB 64GB വേരിയന്റിന് 13,999 രൂപയും 6GB 128GB വേരിയന്റിന് 16,999 രൂപയാണ് വില. ഈ മാസം 29-ാം തീയതി തൊട്ട് നമുക്ക് റിയൽമി സൈറ്റിലും ഫ്ലിപ്കാർട്ട് വഴിയും റിയൽമി 3 പ്രോ വാങ്ങാൻ സാധിക്കുന്നതാണ്. വൈകാതെ തന്നെ ഓഫ്ലൈൻ സ്റ്റോഴ്സിലും റിയൽമി 3 പ്രോ അവൈലബിൾ ആയിരിക്കുമെന്നാണ് നമുക്ക് ലോഞ്ച് ഇവന്റിൽ അറിയാൻ സാധിക്കും. മറ്റു ഫോണുകളുടെ വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ. റിയൽമി 3 പ്രോ ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള മികച്ചൊരു ഫോണാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. Make a wildfire get away.